കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 53 പൂർത്തിയാക്കിയത് അല്ലേ? 54 ആയത്ത് മുതൽ ചില മുസ്തഫുകളിൽ അത് 51 ആയത്തായിരിക്കും അല്ലേ? അധികം മുസ്തഫിൽ. അപ്പോൾ തുടങ്ങാൻ ഇൻഷാല്ലാ 54 മുതൽ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تتخذوا اليهود والنصارى أولياء بعضهم أولياء بعض ومن يتولهم منكم فإنه منهم إن الله لا يهدي القوم الظالمين. فترى الذين في قلوبهم مرض يسارعون فيهم يقولون نخشى أن تصيبنا دائرة فعسى الله أن يأتي بالفتح أو أمر من عنده يصبحوا على ما أسروا في أنفسهم نادمين. അത്ര ഓതുന്നുള്ളൂ, നമുക്ക് സമയം ഉണ്ടാവില്ല. ജൂത ക്രൈസ്തവ വിഭാഗങ്ങളും സത്യവിശ്വാസികളും തമ്മിൽ പാലിക്കേണ്ട ബന്ധത്തിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പ്രത്യേകിച്ചും അന്നത്തെ മദീനയിലെ സാഹചര്യമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ആയത്തുകൾ ഇറങ്ങുന്നത്. എന്നാൽ എല്ലാ കാലത്തേക്കും ബാധകമായ കാര്യങ്ങൾ തന്നെയാണ്. അല്ലാഹു പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു, ലാ തത്തഖിദു, നിങ്ങൾ സ്വീകരിക്കരുത്, അൽ യഹൂദ, യഹൂദികളെ, ജൂതന്മാരെ, വൻ നസ്വാറ, ക്രിസ്ത്യാനികളെയും, ഔലിയാ, വലിയുകളായി സ്വീകരിക്കരുത്. വിശദീകരിക്കുക. ബഅദുഹും ഔലിയാ ബഅദിൻ, ബഅദുഹും അവരിൽ ചിലർ, ബഅദ് പറഞ്ഞ കുറച്ച് ഭാഗം ചിലത് എന്നൊക്കെയാണ്. ബഅദുഹും അവരിൽ ചിലർ, ഔലിയാ ബഅദിൻ അവരിൽ മറ്റു ചിലരുടെ വലിയുകളാകുന്നു. വമൻ യതവല്ലഹും മിൻകും, നിങ്ങളിൽ നിന്ന് ആരാണോ അവരെ വലിയുകളായി സ്വീകരിക്കുന്നത്, ഫഇന്നഹു മിൻഹും, അപ്പോൾ അവനും അവരിൽപ്പെട്ടവൻ തന്നെയാകുന്നു. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, ലാ യഹ്ദി, സന്മാർഗത്തിലാക്കുകയില്ല, അൽ ഖൗമ ളാലിമീൻ, അക്രമികളായ ജനതയെ. ഇപ്പൊ ഇവിടെ പറയുന്നത് സത്യവിശ്വാസികളോട് അല്ലാഹു പറയാണ്, യഹൂദികളെയും നസ്രാക്കളെയും ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും നിങ്ങൾ വലിയുകളാക്കരുത്. വലിയ എന്നുള്ളതിന്റെ ജംആണ്, ബഹുവചനമാണ് ഔലിയാ. അവരിൽ ചിലർ ചിലരുടെ വലിയുകളാണ്. എന്താണ് ഇവിടെ വലിയന്റെ അർത്ഥം? വലിയ എന്നുള്ള വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. അതില് രണ്ട് തരം അർത്ഥങ്ങളാണ് വലിയന് വരിക. ഒന്ന് സ്നേഹത്തിന്റെയും സഹായത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ബന്ധം, ആ അർത്ഥം. മറ്റൊന്ന് കൈകാര്യകർത്തൃത്വത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അർത്ഥം. ഈ രണ്ടിനും വലിയ എന്ന് പറയും. അപ്പൊ സ്നേഹവും സഹായവും പരിഗണിച്ചുകൊണ്ട് ഒരാള് വലിയാണ് എന്ന് പറഞ്ഞാൽ സ്നേഹിതൻ, സഹായി, മിത്രം, ബന്ധു, അയൽക്കാരൻ, അങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെ അതാണ് അതിന് കിട്ടുക. അപ്പൊ ഇവിടെ പറയുന്ന അർത്ഥം അതാണ്. അതായത് നിങ്ങൾ അവരെ ബന്ധുമിത്രങ്ങളായി, അടുത്ത ആളുകളായി, അടുത്ത സ്നേഹിതന്മാരും സഹായികളുമായി നിങ്ങൾ അവരെ സ്വീകരിക്കരുത്. രണ്ടാമത്തെ അർത്ഥം കൈകാര്യകർത്തമായിട്ട് ബന്ധപ്പെട്ടാണ്. ആ അർത്ഥത്തിലാണ് ഇപ്പൊ നമ്മള് നിക്കാഹ് ചെയ്ത് കൊടുക്കുമ്പോൾ വലിയ എന്ന് പറയുന്നത് രക്ഷാകർത്താവ് എന്നുള്ള അർത്ഥത്തിലാണ്. അത് കൈകാര്യകർത്തൃത്വമായിട്ട് ബന്ധപ്പെട്ട് ആളുകൾക്കിടയിൽ പറയാൻ പറ്റുന്ന അർത്ഥം. അതുപോലെ എത്തിൻകുട്ടികളുടെ സംരക്ഷകൻ വലിയ എന്ന് പറയും. എന്നാൽ അള്ളാഹിനെ കുറിച്ച് വലിയ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പെട്ടതാണ്. സ്നേഹവും സഹായവും കൊണ്ടുള്ള അടുത്ത ബന്ധം, സഹായി, മിത്രം എന്നൊക്കെയുള്ള അർത്ഥം ഉണ്ടാകും. കൈകാര്യകർത്താവ് എന്നുള്ള അർത്ഥവും ഉണ്ടാകും. അവിടെ കൈകാര്യകർത്താവ് എന്നുള്ള അർത്ഥം അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ നിലക്കാണ്, മനുഷ്യന്മാർ തമ്മിൽ പറയുന്ന അർത്ഥത്തിലല്ല. അപ്പൊ ഇവിടെ പറയുന്നത് സ്നേഹ
മൈത്രി ബന്ധങ്ങളെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ അവരോട് മൈത്രി സ്വീകരിക്കരുത്, നിങ്ങൾ അവരെ ബന്ധുമിത്രങ്ങളാക്കി അല്ലെങ്കിൽ സഹായികളാക്കി വെക്കരുത്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാവും, മനുഷ്യന്മാർ തമ്മിൽ അങ്ങനെ മാനുഷികമായ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ വേണ്ടേ? ഇത് അതിനെതിരല്ല. അത് വിശദീകരിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് വേറെ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുമുണ്ട്, വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അത് പറയേണ്ടായ കാരണം അടുത്ത ആയത്തും കൂടി പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അവര് പരസ്പരം സഹായികളാണ്. അവര് പരസ്പര സഹായികളാണെന്ന് പറയുന്നത് രണ്ടർത്ഥത്തിലാവും. അതായത് ഒന്നുകിൽ യഹൂദികൾ അവർക്കിടയിൽ പരസ്പരം സഹായികളാണ്, ക്രിസ്ത്യാനികൾ അവർക്കിടയിൽ പരസ്പരം സഹായികളാണ്, ക്രിസ്ത്യാനികളും യഹൂദികളും അവർക്കിടയിൽ പരസ്പരം സഹായികളാണ്, മിത്രങ്ങളാണ്. എല്ലാ അർത്ഥത്തിലും ഇത് ശരിയാണ്. അപ്പൊ അവരുടെ അവസ്ഥ അതാണ്. അപ്പൊ നിങ്ങൾ അവരെ ആ അർത്ഥത്തിലുള്ള ബന്ധുക്കളായി, അതായത് മിത്രങ്ങളായി സ്വീകരിച്ചാൽ നിങ്ങളും അവരിൽ അങ്ങനെ ചെയ്യുന്ന ആളും അവരിൽ പെട്ടവനായിരിക്കും. അതിന്റെ കാരണം എന്താണ്? അള്ളാഹു അതിക്രമം ചെയ്യുന്ന അക്രമികളായ ആളുകളെ സന്മാർഗത്തിലാക്കുകയില്ല. അപ്പൊ അവരുടെ അക്രമ സ്വഭാവവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്, ആ കാരണം കൊണ്ടാണ് ഈ ഒരു വിലക്ക് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ആയത്തും കൂടി പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ വിശദീകരണം നോക്കാം. ഫതറ, അപ്പോൾ നിനക്ക് കാണാം, അല്ലദീന, ഒരു കൂട്ടരെ. എങ്ങനെയുള്ള കൂട്ടരാണ്? ഫി ഖുലൂബിഹിം മറദുൻ, അവരുടെ ഹൃദയങ്ങളിൽ രോഗമുണ്ട്. ഇത് മുനാഫിക്കുകളെ സൂചിപ്പിക്കാൻ ഖുർആൻ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്, ഹൃദയങ്ങളിൽ രോഗമുള്ളവർ എന്ന്, കാബഡിയുള്ള ആൾക്കാർ എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ ഹൃദയങ്ങളിൽ രോഗമുള്ള ഒരു കൂട്ടരെ നിനക്ക് കാണാം. യുസാരിഊന, അവർ ധൃതി കാണിക്കുന്നു, ഫീഹിം, ഇവരുടെ കാര്യത്തിൽ, അതായത് യഹൂദികളുമായി അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുമായി ബന്ധം സ്ഥാപിക്കുന്ന കാര്യത്തിൽ ധൃതി കാണിക്കുന്ന, മനസ്സിൽ രോഗമുള്ള ഒരു വിഭാഗത്തെ നിനക്ക് കാണാം. എന്താ അവരതിന് പറയുന്ന ന്യായം? കാരണം യഖൂലൂന, അവർ പറയും, നഖ്ഷ, ഞങ്ങൾ ഭയപ്പെടുന്നു, അൻ തുസീബന, ഞങ്ങളെ ബാധിക്കുമെന്ന്, ദാഇറത്തൻ, വല്ല ആപത്തും വല്ല അത്യാഹിതവും ഞങ്ങൾക്ക് ബാധിക്കുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു എന്ന ന്യായം പറഞ്ഞിട്ടാണ് ഇവരുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഫഅസ, ആയിത്തീർന്നേക്കാം, അള്ളാഹു ചെയ്തേക്കാം എന്ത്? അയ്യഅ്തിയ, കൊണ്ടുവരിക, ബിൽ ഫത്ഹി, ഒരു വിജയത്തെ, ഔ അംരിൻ മിൻ ഇൻദിഹി, അല്ലെങ്കിൽ അവന്റെ പക്കൽ നിന്നുള്ള എന്തെങ്കിലും ഒരു കാര്യം. ഇവരെ ഒരു ആപത്ത് സംഭവിക്കുമെന്ന് ഭയപ്പെടുന്നു എന്ന ന്യായം പറഞ്ഞിട്ട് അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയാണ്. എന്നാൽ അള്ളാഹു അവന്റെ ഭാഗത്ത് നിന്ന്, അള്ളാഹു ഒരു വിജയം കൊണ്ടുവന്നേക്കാം, അല്ലെങ്കിൽ അവന്റെ ഭാഗത്ത് നാം കണക്കാക്കിയ മറ്റെന്തെങ്കിലും കാര്യം കൊണ്ടുവന്നേക്കാം. ഫയുസ്ബിഹു, അപ്പോൾ ഇവർ ആയിത്തീരും, അല മാ അസറു, അവർ രഹസ്യമാക്കി വെച്ച കാര്യത്തിൽ, ഫി അംഫുസിഹിം, അവരുടെ മനസ്സുകളിൽ, നാദിമീൻ, ഖേദിക്കുന്നവർ. അതായത് ഫയുസ്ബിഹു നാദിമീൻ, അവർ ഖേദിക്കുന്നവരായിത്തീരും. എന്ത് കാര്യത്തിൽ? അല മാ അസറു ഫി അംഫുകൾ, ഒളിപ്പിച്ചു വെച്ച കാര്യത്തെ കുറിച്ച്. എന്താ വെച്ചാല് മദീനയിൽ കാര്യമായിട്ടുണ്ടായിരുന്നത് മുസ്ലിങ്ങളല്ലാതെ പിന്നുള്ളത് യഹൂദികളാണ്. ക്രിസ്ത്യാനികൾ കുറവ് അവരുണ്ട്. ഹാജിറുകൾ മക്കയിൽ വന്ന ആൾക്കാരാണ്. പിന്നെ അവിടെയുള്ള അറബികൾ, മദീനയിലുള്ള അറബികൾ കൂടുതൽ ആളുകളും ഇസ്ലാം സ്വീകരിച്ചു, അൻസാറുകൾ. പക്ഷേ അവിടെ അവർക്കും മുമ്പ് ഒരു കെട്ടുറപ്പുള്ള സമൂഹമായിട്ട് ആരുണ്ട്? ജൂതന്മാരുണ്ട്. അവർക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ട്, അവർക്ക് എസ്റ്റാബ്ലിഷ്ഡ് സൊസൈറ്റി ആയിട്ടാണ് അവിടെ മറ്റുള്ളവരവരെ കണക്കാക്കുന്നത്. മുസ്ലിങ്ങളുടെ, അപ്പൊ ഇവരുടെ ഇടയിൽ എന്തുണ്ട്? കുറച്ച് കപട വിശ്വാസികളുണ്ട്. അതാണ് ഈ ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾ എന്ന് പറഞ്ഞത്. അവർക്ക് ഒരു സംശയമാണ് കാര്യങ്ങളുടെ, മനസ്സിൽ വിശ്വാസമല്ല, പുറത്ത് തന്നെ നിൽക്കുമ്പോൾ ആരെ കൂടെ എന്നുള്ളതിൽ അവർക്കൊരു തീരുമാനമല്ല. അപ്പൊ ഇസ്ലാമിന് വിജയവും സഹായവും ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റവരെന്നെ അവിടെ പ്രതാപം സ്ഥാപിച്ച് നിലനിൽക്കുകയാണെങ്കിൽ നമുക്ക് വല്ല ആപത്തും വരൂലേ, വല്ല പ്രയാസവും വരില്ല. അതുകൊണ്ട് അവരെ കൂടെ നിൽക്കുക. അതാണ് അവരുമായി ബന്ധം സ്ഥാപിക്കാൻ അവര് ന്യായമായി കണ്ടത്. എന്നാൽ മുസ്ലിങ്ങളുടെ അടുത്ത് വന്ന്, നബിയുടെ അടുത്ത് വന്നിട്ട് അവർ മുസ്ലിങ്ങളായിട്ട് അഭിനയിക്കും ചെയ്യും, മുസ്ലിങ്ങളാണെന്ന് പറയും, പക്ഷെ ബന്ധം മറ്റവരുമായിട്ട്. അതിന് പറയുന്ന കാരണം വല്ല ആപത്തും വന്നാൽ
ഞങ്ങൾ എവിടെ അല്ലാണ്ടായി പോവും, അതുകൊണ്ട് ഞങ്ങളെ കാര്യം നോക്കാൻ വേണ്ടി അവരുടെ കൂടെയാണ് എന്നുള്ളൊരു നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് അള്ളാഹു വിജയം കൊണ്ടുവന്നേക്കാം, സത്യവിശ്വാസികളെയും ഇസ്ലാമിനൊക്കെ അള്ളാഹു വിജയിപ്പിച്ചേക്കാം, അല്ലെങ്കിൽ അള്ളാഹു കണക്കാക്കി വേറെ എന്തെങ്കിലും വരും. അപ്പൊ അവസാനം എന്താ സംഭവിക്കുക? ഇവരുടെ മനസ്സിൽ അവർ ഒളിപ്പിച്ചു വെച്ചിരുന്ന കാര്യം അതവർക്കൊരു ഖേദമായിട്ട് മാറും. അവരെ ഈ തന്ത്രങ്ങൾ, ഇവരുടെ ഈ ഗൂഢമായ പദ്ധതികൾ പരാജയപ്പെടും. അപ്പോ അവര് നഷ്ടക്കാരാവും. അപ്പൊ അവർക്ക് ഖേദം തോന്നും, രഹസ്യമായിട്ട് ഈ പരിപാടികൾക്ക് ഒപ്പിച്ചിട്ട് കാര്യം ഉണ്ടായില്ലല്ലോ, നിഷ്ഫലമായല്ലോ എന്നുള്ള ഖേദം അവർക്ക് ഉണ്ടായിത്തീരും. അതവർ ഓർത്തു വെക്കട്ടെ എന്നാണ് അള്ളാഹു അവർ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ സത്യവിശ്വാസികളോടും അതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ഇവർക്ക് ഈ സ്വഭാവമുണ്ട്. സത്യവിശ്വാസികൾ അങ്ങനെ ആകാൻ പാടില്ല. സത്യവിശ്വാസികളുടെ ബന്ധം ഇവരുമായിട്ടല്ല അടുത്ത ബന്ധം ഉണ്ടാകേണ്ടത്. അടുത്ത ആയത്തിൽ ഇനി അത് കുറച്ചുകൂടി വിശദീകരിക്കും. വരും. അത് രക്ഷാകർത്തൃത്വമുള്ള ആള് എന്നുള്ള അർത്ഥം അതിലേക്ക് ചേർത്തിട്ടാണ് അവരത് സ്ഥാപിക്കുന്നത്. വിശദീകരണത്തിൽ വരുന്നുണ്ട്. നെറ്റിന്റെ പ്രശ്നമായിട്ട് നമുക്കൊന്നും കേൾക്കണം. ഇതിനും കൂടി കണക്ട് ചെയ്യണം. ഇതിന്റെ വൈഫൈ അടുത്ത് തന്നെയാണ്. അടുത്ത ആയത്തോടി നോക്കാം. വയഖൂലുല്ലദീന ആമനു, സത്യവിശ്വാസികളായ ആളുകൾ പറയും. അപ്പോ ഇത് സംഭവിക്കുമ്പോ അവരെന്താ പറയാ? അഹഉലാഇ, കൂട്ടരാണോ ഇത്? ഏത്? അല്ലദീന അഖ്സമു, അവര് സത്യം ചെയ്തിട്ടുണ്ടായിരുന്നു, ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട്, ജഹ്ദ ഐമാനിഹിം, അവരുടെ കഴിവുംപടിയുള്ള ഉറപ്പിച്ചുള്ള സത്യം. അങ്ങനെ സത്യം ചെയ്ത ആളുകളാണോ ഇവര്? എന്താ അവർ സത്യം ചെയ്തത്? ഇന്നഹും ലമഅക്കും, എന്തായാലും നിശ്ചയമായി ഞങ്ങൾ നിങ്ങളെ കൂടെ തന്നെയാണെന്ന് അവർ വളരെ ശക്തമായി സത്യം ചെയ്ത് പറയാറുണ്ടായിരുന്നു. ആ കൂട്ടരാണോ ഇത് എന്ന് സത്യവിശ്വാസികൾ അപ്പോൾ ചോദിക്കും. അല്ലാഹു പറയുന്നത് ഹബിത്വത് അഅമാലുഹും, അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമായി പോയി. ഫഅസ്ബഹു ഖാസിരീൻ, അവർ നഷ്ടക്കാരായി തീർന്നു. അപ്പോ ഇങ്ങനെ സംഭവിക്കുമ്പോൾ അതാണ് പിന്നെ സംഭവിച്ചത്. പിന്നെ മുസ്ലിങ്ങൾക്ക് വിജയം വന്നു. ഇവര് പല ഗൂഢ പദ്ധതികൾ ഇതിന്റെ ഇടയിലൊക്കെ നടപ്പാക്കിയെങ്കിലും അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടായില്ല. അവർക്ക് സഹായവും തുണയുമായി ഉണ്ടാവും എന്ന് വിചാരിച്ചിരുന്ന ജൂതന്മാര് അവിടുന്ന് പുറത്താക്കപ്പെട്ടു അവരുടെ കുതന്ത്രങ്ങൾ കാരണം. അപ്പൊ അവർക്ക് ആ നിലക്കുള്ള സഹായങ്ങളൊന്നും ദുനിയാവിൽ കിട്ടിയില്ല. പരലോകത്തൊക്കെ അവിടെ രണ്ട് കാര്യം പറഞ്ഞു. അവരുടെ പ്രവർത്തനങ്ങൾ നഷ്ടപ്പെട്ടു, അതുപോലെ അവർ നഷ്ടക്കാരായി. ഇത് രണ്ട് നിലക്കും ദുനിയാവിൽ അവരുണ്ടാക്കിയ പദ്ധതികളൊക്കെ പാഴായിപ്പോയി. പിന്നെ മുസ്ലിങ്ങളാണ് എന്ന് അഭിനയിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ കൂടെ നിന്നിട്ട് അവർ കുറെ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും, നിസ്കാരം കാര്യങ്ങളൊക്കെ, അതും കാര്യമില്ലാതായി തീർന്നു. അവന് മൊത്തത്തിൽ അവർ നഷ്ടത്തിലായി. അപ്പൊ അവരെ കുറിച്ച് സത്യവിശ്വാസികൾ ചോദിക്കും, ഇങ്ങനൊക്കെ സത്യം ചെയ്ത ആൾക്കാരാണോ ഇവര്? ആ ഇന്നഹും ലമഅക്കും എന്ന് പറഞ്ഞതിനും രണ്ടർത്ഥം വരാം. അതായത് സത്യവിശ്വാസികളോട് ഇവർ പറയുന്ന, ഞങ്ങൾ നിങ്ങളെ കൂടെയാണ്, നിങ്ങൾ മുസ്ലിങ്ങൾ തന്നെയാണ് എന്ന് ഇവിടെ പറയും, സത്യം ചെയ്ത് പറയും. അവരാണോ അത് എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ അവര് യഹൂദന്മാരുടെ അടുത്ത് പോയിട്ട് എന്താ പറയാ? ഞങ്ങൾ അവിടെ ഇങ്ങനൊക്കെ നിൽക്കുന്നുണ്ടെന്നേ ഉള്ളൂ, ഞങ്ങൾ നിങ്ങളെ കൂടെ തന്നെയാണെന്നാണ് അവിടെയും സത്യം ചെയ്ത് പറയും. ഈ രണ്ടർത്ഥത്തിലാണെങ്കിലും ഈ അള്ളാഹുവിൽ സത്യം ചെയ്ത് ഒരു നിലപാട് സ്വീകരിച്ചിട്ട് ഇപ്പൊ അതൊക്കെ അവർക്ക് നഷ്ടമായി തീർന്ന ആ കൂട്ടരല്ലേ ഇത് എന്ന് അവരുടെ അവസ്ഥയെ പരിഹസിച്ചുകൊണ്ട് സത്യവിശ്വാസികൾ അന്ന് പറയും. അവരുടെ ഈ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവരുടെ പദ്ധതികളൊക്കെ ഇവിടെ വെച്ച് തന്നെ അവർ നഷ്ടത്തിലായി തീരുന്ന സമയത്ത്. ഇപ്പൊ ഇതില് ഈ യഹൂദികളോട് കപടവിശ്വാസികളാണ് ഇവരോട് വളരെ അടുപ്പം, അവരോടാണ് അവർ കൂടുതൽ അടുപ്പം കാണിച്ചിരുന്നത്, യഹൂദികളോട്. ക്രിസ്ത്യാനികളോട് ഉള്ളതിനേക്കാളും യഹൂദികളുമായിട്ടാണ് അവർ കൂടിയത്. കാരണം അവർക്ക് ഭൗതികമായി പ്രാബല്യം ഉണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഒരു തണൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തിരുന്നത്. എന്നാൽ അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന. പിന്നെ ഇവർ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, അവർ നേരത്തെ തന്നെ അവിടെ ഒരു പ്രബല സമൂഹമായതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന അറബികൾ ഇസ്ലാമിന് മുമ്പ് അവരായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു, അവരായിട്ട് അടുപ്പം സ്ഥാപിച്ചിരുന്നു. ആ കൂട്ടത്തിൽ അവരുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ടിരുന്ന, അവരുടെ അടുത്ത് സ്വാധീനം ഉണ്ടായിരുന്ന ഒരു നേതാവാണ്
ഉബാദത്ത് ബിൻ സ്വാമിത്. നമ്മൾ കഴിഞ്ഞ സൂറത്ത് പഠിച്ചപ്പോൾ, പിന്നെ മുജാദല പഠിച്ചപ്പോൾ ഔസ് ബിൻ സാമിത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ? ഹൗല റളിയല്ലാഹു അൻഹയുടെ ആ വിഷയത്തിൽ അവരുടെ സഹോദരനാണ് ഉബാദത്ത് ബിൻ സ്വാമിത്. അദ്ദേഹം അവരായിട്ട് ബന്ധമുണ്ടായിരുന്ന ആളാണ്. പക്ഷേ ഈ ആയത്തിറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് അദ്ദേഹം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു, ഞാൻ അവരായിട്ടുള്ള ബന്ധമെല്ലാം അവസാനിപ്പിച്ചു. എന്നാൽ കപട വിശ്വാസികളുടെ നേതാവ് അതാ അബ്ദുല്ലാഹിബിൻ ഉബൈ, മൂപ്പര് പറഞ്ഞു അങ്ങനൊക്കെ ബന്ധം മുറിക്കാൻ പറ്റുമോ എന്നുള്ള നിലക്ക് അത് തുടരും എന്ന നിലപാട് അയാളും സ്വീകരിച്ചു. ഈ ഇവരുടെ ഉദ്ധരണികൾ ഇബ്നു ജരീറിന്റെ തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നോട് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ബാദുഹും ലി ബാദ് എന്ന് പറഞ്ഞത്, ബാദുഹും മൗലിയ ഉബാദ്, അവരിൽ ചിലരുടെ മിത്രങ്ങളാണ്, ബന്ധുമിത്രങ്ങളാണ് എന്ന് പറഞ്ഞത് ഇവർക്ക് തമ്മിലാകാം, അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഇടയിലാകാം. ഇപ്പൊ യഹൂദികളും ക്രിസ്ത്യാനികളും തമ്മിൽ യഥാർത്ഥത്തിൽ എന്താണുള്ളത്? അന്തഛിദ്രം തന്നെയാണ്. അവർക്കിടയിൽ ഭയങ്കര ശത്രുത ഉണ്ട്. അവരാകെ ശത്രുത ഒന്നിക്കാറുള്ളത് ഇസ്ലാമിനെ മുസ്ലിങ്ങളെ എതിർക്കുന്ന കാര്യത്തിലാണ്. അത് ഇപ്പോഴും പണ്ടും അങ്ങനെ തന്നെ, ഇപ്പോഴും അങ്ങനെ തന്നെയാണുള്ളത്. അല്ലാത്ത നിലക്ക് അവർക്കിടയിൽ വിയോജിപ്പ് തന്നെയാണുള്ളത്. അവരുണ്ടാക്കിയ പ്രശ്നങ്ങളെ കുറിച്ച് ഇപ്പൊ ചില സംഭവങ്ങളെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. സയ്യിദ് ഖുത്തുബിന്റെ ഉദ്ധരണിയായിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. അത് കുരിശ് യുദ്ധം, അതിലവർ പരസ്പരം സഹായികളായിരുന്നു. 200 കൊല്ലം നീണ്ടു നിന്ന്. അപ്പോൾ അതിന്റെ ചോദ്യം നിലനിൽക്കുക അതിന്റെ കാലാവധിക്ക് ഒന്ന് ശ്രദ്ധിക്കും. പിന്നെ അന്തലൂസിയ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്പെയിനിലും അബ്സീനിയ, സോമാലിയ, എരിത്രിയ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇവർ തമ്മിൽ യോജിച്ചെന്നുകൊണ്ട് മുസ്ലിങ്ങൾ ദ്രോഹിച്ച അനുഭവങ്ങൾ മുമ്പ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ഫലസ്തീനിൽ ഇസ്രായേൽ യഹൂദ രാഷ്ട്രം ഉണ്ടാക്കിയതിനെ കുറിച്ച്. അതുണ്ടാക്കിയവരും അതിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരും ക്രിസ്ത്യാനികളാണ്, ക്രിസ്ത്യാനികളെന്ന് സ്വയം പറയുന്നവരാണ്. വേദക്കാർ എന്നുള്ള നിലക്ക് ശരിക്കും അവർക്ക് രണ്ടു കൂട്ടർക്കും മുസ്ലിങ്ങളോട് കുറച്ചൊരു ആഭിമുഖ്യം ഉണ്ടാകേണ്ടതാണ്. ഇസ്ലാം അവരെ ആ നിലക്ക് പരിഗണിക്കുന്നുണ്ട്, പക്ഷെ അവർ തിരിച്ച് ആ പരിഗണന കാണിക്കാറില്ല. ഇപ്പം ഇങ്ങനെയൊക്കെയാണ് അവരുടെ അവസ്ഥ. അതുകൊണ്ടാണ് നിങ്ങൾ അവരോട് മൈത്രി ബന്ധം കാണിക്കുകയാണെങ്കിൽ നിങ്ങളും അവരെ കൂടെ ആയിരിക്കും, അവരെ പോലെ ആയിരിക്കും, അവർ പെട്ടവനായിരിക്കും എന്ന് പറഞ്ഞതിന്റെ കാരണം അത് ഇവർ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്, മുസ്ലിങ്ങളുടെ ശത്രുക്കളാണ്. അപ്പൊ അവരോട് ഒരു മാനസികമായ അടുപ്പുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇസ്ലാമും മുസ്ലിങ്ങളോടും അകൽച്ച ഉണ്ടാവും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അവരിൽ പെട്ടവരായി അവരെ പോലെ തന്നെ പരിഗണിക്കപ്പെടുന്ന അവസ്ഥ വരും എന്ന്. ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം, ഇവരോട് അന്യായമായ നിലക്കുള്ള ഒരു അകൽച്ച അല്ല പറയണത്. അതായത് മാനുഷികമായ ബന്ധങ്ങളൊക്കെ അത് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് ധാരാളം കാണാൻ പറ്റും. കൽപ്പിക്കപ്പെട്ടിട്ടുള്ള സൂറത്ത് മുംതാന നമ്മൾ പഠിച്ചപ്പോൾ അത് പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മളോട് ശത്രുത കാണിക്കുന്ന ആളുകളോടാണ് വിലായത്ത് പാടില്ല എന്ന് പറഞ്ഞത്. ഇവര് ശത്രുത കാണിച്ചിരുന്ന ആളുകളോടായതുകൊണ്ടാണ് ഈ നിലക്ക് തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് രണ്ടും വേറെയാണ്. അതായത് വേദക്കാരെന്നോ അല്ലാത്തവരെന്നോ വ്യത്യാസമില്ലാതെ അമുസ്ലിങ്ങളായ എല്ലാവരോടും മമതയിൽ ആണ് നമ്മൾ സഹകരിച്ചാണ് ജീവിക്കേണ്ടത്. എന്നാൽ ഇസ്ലാമിനോട് പകയും ശത്രുതയും വെച്ച് പുലർത്തുന്ന ആൾക്കാരെ മിത്രങ്ങളായി സ്വീകരിക്കും. ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ മനസ്സിലാക്കണം എന്നാണ്. അടുത്ത ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, മൻ യർതദ്ദ മിൻകും, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും മതം ഉപേക്ഷിച്ച് ഒഴിഞ്ഞു പോയാൽ, മടങ്ങിപ്പോയാൽ, അൻ ദീനിഹി, ഇർത്തദ്ദ തിരിച്ചുപോയി എന്നൊക്കെ അർത്ഥം. അതിനാണ് മുർത്തദ്ദാവ എന്ന് പറയുക. ദീൻ ഉപേക്ഷിച്ച് പോകുന്നതിനാണ് മുർത്തദ്ദ എന്ന്. മൻ യർതദ്ദ മിൻകും മൻ ദീനിഹി, മതത്തെ വിട്ട് നിങ്ങളിൽ ആരെങ്കിലും മടങ്ങിക്കളഞ്ഞാൽ അപ്പൊ എന്താ സംഭവിക്കുക? ഇവര് പിന്നെ അങ്ങനെയുള്ള ആളുകളായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ട് ഇസ്ലാമിൽ നിന്ന് അകലാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. ഇനി അങ്ങനെ ആരെങ്കിലും ഇസ്ലാം ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ അവർക്ക് അതുകൊണ്ട് നഷ്ടം ഉണ്ടാവുന്നില്ല. ഇസ്ലാം അള്ളാഹുവിനോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനിനോ അതുകൊണ്ട് യാതൊരു ദോഷവും വരാനില്ല. മറിച്ച് എന്താണ് അള്ളാഹു ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഭാഗത്ത് പറയുന്നത്. ഫസൗഫ യഅതില്ലാഹു, അപ്പോൾ അള്ളാഹു കൊണ്ടുവരും ഖൗമിനൊരു ജനതയെ. എന്നിട്ട് അവരുടെ പ്രത്യേകതകളാണ് പറയുന്നത്. യുഹിബ്ബുഹും, അള്ളാഹു അവരെ സ്നേഹിക്കുന്നു. വയുഹിബ്ബൂനഹു, അവർ അള്ളാഹുവിനെയും സ്നേഹിക്കുന്നു. അദില്ലത്തിൻ അലൽ മുഅ്മിനീന, അവർ സത്യവിശ്വാസികളോട് എളിമ, താഴ്മ, വിനയം കാണിക്കുന്നവരായിരിക്കും. ഇസ്സത്തിൻ അലൽ കാഫിരീന, സത്യനിഷേധികളോട് ഇസ്സത്ത് കാണിക്കുന്ന, പ്രതാപവും ഗൗരവവും കാണിക്കുന്ന ആൾക്കാരായിരിക്കും. യുജാഹിദൂന ഫീ സബീലില്ലാഹി, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യും.
വലാ യഖാഫൂന അവർ ഭയപ്പെടുകയില്ല ലൗമത്ത ആക്ഷേപത്തെ ലായിമിൻ ആക്ഷേപകന്റെ ഒരാക്ഷേപകന്റെയും ആക്ഷേപത്തെ അവർ ഭയപ്പെടുകയുമില്ല. ഈ സ്വഭാവങ്ങളൊക്കെ ഉള്ള ഒരു വിഭാഗത്തെ അള്ളാഹു പകരം കൊണ്ടുവരും. പോയവർ പോയി, പക്ഷെ അള്ളാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കാൻ പുതിയൊരു വിഭാഗത്തെ കൊണ്ടുവരും. അവരുടെ സ്വഭാവം, അവർ അള്ളാഹുവിനെ സ്നേഹിക്കും, അള്ളാഹു അവരെ സ്നേഹിക്കും. സത്യവിശ്വാസികളോട് അവർ കരുണയും താഴ്മയും കാണിക്കും, സത്യനിഷേധികളോട് ഗൗരവവും പ്രതാപവും കാണിക്കും. അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ സമരം ചെയ്യും. അവർക്ക് രക്തോ സമ്പത്തോ ഒക്കെ കൊടുത്ത് അള്ളാഹുവിന്റെ ദീൻ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതിൽ പ്രയാസമൊന്നുമില്ലാത്ത ആൾക്കാരാണ്. അതോടൊപ്പം ഈ കാര്യത്തിലൊന്നും ആരുടെ കുറ്റപ്പെടുത്തലും അവർ പരിഗണിക്കുകയില്ല, ആരുടെ ആക്ഷേപത്തെയും അവർ ഭയപ്പെടുകയില്ല. അങ്ങനെയുള്ളൊരു വിഭാഗത്തെ അള്ളാഹു കൊണ്ടുവരും. ദാലിക ഫദ്ലുല്ലാഹ്, അത് അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമാകുന്നു, ഔദാര്യമാകുന്നു. യുഅ്തീഹി മൻ യശാഉ, അത് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കും ഈ സ്വഭാവങ്ങളൊക്കെ. വല്ലാഹു വാസിഉൻ അലീം, നിശ്ചയമായും അള്ളാഹു വിശാലതയുള്ളവനും അതുപോലെ എല്ലാം അറിയുന്നവനുമാകുന്നു. അപ്പോ ഈ സ്വഭാവങ്ങൾ ഓർത്തു വെക്കുക. യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു അദില്ലത്തിനലൽ മുഅ്മിനീൻ വഅഇസ്സത്തിനലൽ കാഫിരീൻ യുജാഹിദൂന ഫീ സബീലില്ലാഹ് വലാ യഖാഫൂന ലൗമത ലായിമിൻ. അങ്ങനെ 5 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 4 കാര്യങ്ങൾ അല്ലേ. ഇപ്പൊ ഇതില് ഒരു ശത്രുക്കളോട് വിധേയപ്പെടുന്നവരല്ല, അവരവിടെ ധൈര്യവും വിശ്വാസത്തിന്റെ ദൃഢതയും ഒക്കെ കാണിക്കുന്ന ആളുകളായിരിക്കും. സൂറത്ത് ഫത്ഹിൽ പറഞ്ഞത് ഇവിടെ ഇതേ ആശയമുള്ള ആയത്ത് സൂറത്ത് ഫത്തഹിന്റെ അവസാനത്തുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് തുടങ്ങുന്ന ആയത്തിൽ അതിൽ സത്യവിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ അഷിദ്ദാഇ അലൽ കുഫാരി റുഹമാഉ ബൈനഹും, ഇത് ആശയം തന്നെ. അവര് പിന്നെ കുഫാറുകളോട് കാഠിന്യം കാണിക്കുന്നവരും അവർക്കിടയിൽ സത്യവിശ്വാസികൾക്കിടയിൽ കാരുണ്യം കാണിക്കുന്നവരും ആയിരിക്കും. അപ്പോൾ ആയത്തുള്ളത് സൂറത്ത് ഫത്ഹിലാണ്. വലൈക്കും സലാം. 6 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഈ 6 കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇതേ ആശയമുള്ള പിന്നെ അവരുടെ വിശ്വാസികളോടും അല്ലാത്തവരോടുള്ള അവരുടെ നിലപാടിന്റെ സമീപനത്തിന്റെ വ്യത്യാസം പറയുന്ന ഇതേ ആശയമുള്ള മറ്റു ആയത്തുള്ള സൂറത്ത് ഫത്ഹിലാണ് എന്നുള്ളതും ഓർത്തു വെക്കുക. പിന്നെ ഇതിനെ കുറിച്ച് പറഞ്ഞു, രിദ്ദത്തിനെ കുറിച്ച് പറഞ്ഞു, മതത്തിന്ന് മതഭ്രംശം സംഭവിക്കുന്ന, മതപരിത്യാഗം സംഭവിക്കുന്ന ആൾക്കാരെ കുറിച്ച്. അങ്ങനെ സത്യവിശ്വാസികളിൽ നിന്ന് ആരെങ്കിലും തിരിച്ചു പോകുന്നോ ഇല്ല എന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ ഉണ്ടായാൽ എന്താണ് അള്ളാഹു തന്നെ സ്വീകരിക്കുന്ന നടപടി എന്നാണ് ഇവിടെ പറയുന്നത്. എന്നാൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? സംഭവിച്ചിട്ടുണ്ട്. ഏത് അബൂബക്കർ കാലത്ത് തന്നെ സംഭവിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തോട് തൊട്ടുടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത ഉടനെ ഉണ്ടായ ഒരു സംഭവമാണ്. ഒരുപാട് ആളുകൾ, അതായത് മക്കയിൽ ഖുറൈശികൾ ഒഴികെയുള്ളവര്, ത്വായിഫിൽ സഖീഫ് ഗോത്രം ഒഴികെയുള്ളവര്, അതുപോലെ മദീന പരിസരത്ത് മരുഭൂമികളിലുള്ള അറാബികളായ ആളുകൾ, ഇവരൊക്കെ ഇസ്ലാം നിന്ന് പിന്മാറി. അതായത് നബി മരിച്ചു. ചിലർ പറഞ്ഞ സക്കാത്ത് വെച്ചപ്പോൾ ഞങ്ങൾ നബിക്കാണ് കൊടുത്തിരുന്നത്, നബി പോയില്ലേ, ഇനി തരൂല എന്ന് പറഞ്ഞാൽ, അങ്ങനെ പല രീതിയിൽ ഇസ്ലാമിന്റെ നിലപാടുകളിൽ നിന്ന് ഇസ്ലാമിനോടുള്ള വിധേയത്വത്തിൽ നിന്നൊക്കെ തിരിഞ്ഞു പോയ സമയം. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തത്? അവരായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു. അപ്പോൾ ഉമർ ഖത്താബ് അടക്കമുള്ള ആളുകൾ തുടക്കത്തിൽ എതിരായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആൾക്കാരോട് നമ്മൾ എങ്ങനെയാണ് യുദ്ധം ചെയ്യാന്ന് ചോദിച്ചു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടികളിൽ ഒന്ന്, നമസ്കാരത്തെയും സക്കാത്തിനെയും വേർതിരിക്കുന്ന ആളെ അവരായിട്ട് യുദ്ധം ചെയ്യാൻ ചെയ്യും എന്ന് പറഞ്ഞു. പിന്നെ സ്വഹാബത്തൊക്കെ കൂടെ നിന്നു. അപ്പോൾ അതൊരു ഇതിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. പക്ഷെ അതിന് ശേഷം എന്താണ് അവരുടെ ഇടയിൽ കൂടുതൽ പിന്നെ ഐക്യവും വിശ്വാസപരമായ ദൃഢതയൊക്കെ ഉണ്ട്. കുറെ ആളുകൾ തിരിച്ചു വന്നു. വളരെ കുറഞ്ഞ ആളുകളാണ് വിട്ടുപോയിട്ടുള്ള, ബാക്കിയുള്ള ആളുകളൊക്കെ തിരിച്ചു വന്നു. അപ്പൊ ആ ഒരു സംഭവം. പിന്നെ അതിനുശേഷം ഖിലാഫത്തിന്റെ കാലത്തൊക്കെ സഹാബത്തിന്റെ ഇടയിൽ നിലനിന്നിരുന്ന അവരുടെ സ്വഭാവ വൈശിഷ്ട്യവും അവരുടെ ധൈര്യവും ഇസ്ലാമിന് വേണ്ടി സമർപ്പിക്കാനുള്ള അവരുടെ സന്നദ്ധതയൊക്കെ ഈ ആയത്തിന്റെ ഒരു പുലർച്ചയാണ്. അങ്ങനെ വരാനിരിക്കുന്ന സംഗതികളെ കുറിച്ചുള്ള ഒരു പ്രവചനം കൂടിയാണ് ഈ ആയത്ത് എന്നൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പൊ ഇവരായിട്ട് ഈ അടുത്ത ബന്ധം പാടില്ല എന്ന് പറഞ്ഞു. ഇനി പിന്നെ ആരായിട്ടാണ് വേണ്ടത്, എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളതാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. ഇന്നമ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു. ഇന്നമ വലിയുക്കും, നിശ്ചയമായും നിങ്ങളുടെ വലിയ ഇവർ മാത്രമാണ്. ആര്? അള്ളാഹു. അള്ളാഹുവാണ് നിങ്ങളുടെ വലിയ. റസൂലുഹു, പിന്നെ അള്ളാഹുവിന്റെ റസൂലും, പിന്നെ വല്ലദീന ആമനു, സത്യവിശ്വാസം സ്വീകരിച്ചിട്ടുള്ള ആളുകളും.
എങ്ങനെയുള്ള സത്യവിശ്വാസികളാണ്? ശരിക്കുള്ള നിഫാഖില്ലാത്ത സത്യവിശ്വാസികൾ. അതാ പറയുന്നത് അല്ലദീന യുഖീമൂന സ്വലാ, നമസ്കാരം നിലനിർത്തുന്ന സത്യവിശ്വാസികൾ. വയുത്തൂന സക്കാ, സക്കാത്ത് കൊടുക്കുന്നവർ. വഹും റാക്കിഊൻ, അവര് കുമ്പിട്ട് നമസ്കരിക്കുന്ന, ഭയഭക്തി കാണിക്കുന്ന, അങ്ങനെയുള്ള ശരിയായ സത്യവിശ്വാസികളും. ഇവർ മാത്രമാണ് നിങ്ങളുടെ വലിയ ബന്ധുമിത്രം. അപ്പൊ ഇവിടെ ഈ വലിയ എന്നുള്ള വാക്ക് ഇവിടെ പ്രയോഗിച്ച രീതിയെക്കുറിച്ചൊരു വിശദീകരണം അവിടെ വരുന്നുണ്ട്. വലിയ എന്നുള്ള വാക്കിന് ഏകവചനാണെങ്കിലും ബഹുവചനത്തിന്റെ അർത്ഥവും കിട്ടും. ഭാഷയിൽ ആ വാക്കിന് അത് ഏകവചനമായിട്ട് ഉപയോഗിക്കാം, ബഹുവചനമായിട്ടും ഉപയോഗിക്കാം. പക്ഷെ ഔലിയ എന്നൊരു ബഹുവചനം അതിനുണ്ട്. സാധാരണ നിലക്ക് അതാണ് ഉപയോഗിക്കുക. പക്ഷെ ഇവിടെ ഈ ഏകവചനം ഉപയോഗിച്ചത് ഇന്നമാ ഔലിയാക്കുമുല്ലാഹു അല്ലദീന ആമനു റസൂലു എന്ന് പറയാതെ വലിയ എന്നുള്ളത് തന്നെ ഉപയോഗിച്ചത് അള്ളാഹു മാത്രമാണ് പൂർണ്ണമായ അർത്ഥത്തിലുള്ള വലിയ. മറ്റത് അതിന്റെ തുടർച്ചയായിട്ട് വരുന്നതാണ്. അപ്പോൾ അള്ളാഹുവിനെ വലിയായിട്ട് സ്വീകരിക്കുമ്പോൾ പിന്നെ റസൂലിനെയും സത്യവിശ്വാസികളെയും സഹായികളായി, അല്ലെങ്കിൽ പിന്നെ അടുത്തവരായി, ബന്ധുക്കളായി, മിത്രങ്ങളായൊക്കെ സ്വീകരിക്കണം. പക്ഷെ അത് എങ്ങനെയുള്ള സത്യവിശ്വാസികളാണ്? ശരിയായ കാപട്യമില്ലാത്ത സത്യവിശ്വാസികളാണ്. റസൂലഹു, അപ്പോൾ ആരാണോ അള്ളാഹുവിനെ വലിയായിട്ട് സ്വീകരിക്കുന്നത്, മൈത്രി സ്ഥാപിക്കുന്നത്, റസൂലഹു, അള്ളാഹുവിന്റെ റസൂലിനോടും, വല്ലദീന ആമനു, അതുപോലെ സത്യവിശ്വാസികളായ ആളുകളോടും ആരാണോ മൈത്രി സ്ഥാപിക്കുന്നത്, ഫഇന്ന ഹിസ്ബഹി ഹുമുൽ ഗാലിബൂൻ, അപ്പോൾ അള്ളാഹുവിന്റെ കക്ഷി അവർ തന്നെയാകുന്നു വിജയം നേടുന്നവർ. ഹിസ്ബ് പറഞ്ഞ കക്ഷി. അപ്പൊ ഇവിടെ അള്ളാഹുവിനെ വലിയായിട്ട് മിത്രമായി സ്വീകരിക്കുന്ന, അള്ളാഹുവിന്റെ റസൂലിനെ മിത്രമായി സ്വീകരിക്കുന്ന സത്യവിശ്വാസികളോട് മൈത്രി ബന്ധം പുലർത്തുന്ന ആളുകൾ, അവരാണ് അള്ളാഹുവിന്റെ കക്ഷി, അവർക്കായിരിക്കും വിജയം എന്നാണ് പറയുന്നത്. ഇവിടെ ഈ വലിയ എന്നുള്ള നേരത്തെ ചോദിച്ചതുണ്ടല്ലോ, ബന്ധുമിത്രം എന്നാണ് ഇവിടെ വലിയന് പറഞ്ഞ അർത്ഥം. നേരത്തെ പറഞ്ഞ പോലെ രണ്ട് തരത്തിൽ, മഹബത്തും നുസ്രത്ത്, അതായത് സഹായവും സ്നേഹവും ഉദ്ദേശിച്ച് പറയുമ്പോൾ ഈ അർത്ഥങ്ങളൊക്കെ കിട്ടും. അതായത് ചങ്ങാതി, സ്നേഹിതൻ, അയൽവാസി, സഹായി, സഖ്യബന്ധമുള്ള ആള് എന്നുള്ള അർത്ഥങ്ങളൊക്കെ കിട്ടും. എന്നാൽ കൈകാര്യകർത്തൃത്വം പരിഗണിച്ചിട്ടാകുമ്പോൾ അതിൻ്റെ അർത്ഥം കൈകാര്യകർത്താവ്. ആ അർത്ഥത്തിൽ നേരത്തെ നമ്മൾ ആളുകളെ കുറിച്ച് പറയണ വലിയ എന്നുള്ള അർത്ഥം പറഞ്ഞു. അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ ഇതെല്ലാം ഉൾപ്പെടുന്ന നിലക്ക് അള്ളാഹുവാണ് വലിയ. അപ്പൊ അള്ളാഹു മാത്രമാണ്, അള്ളാഹുവാണ് സാക്ഷാൽ വലിയ. അത് പറയുന്ന ആയത്തുകളുടെ റെഫറൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ക്രോസ് റെഫറൻസ് ഞാൻ ഇപ്പോൾ പറയണില്ല, നിങ്ങൾ നോക്കുക. സമയം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ക്ലാസ്സിൽ പറയാം. അൽ ബക്കറയിലെ 257 ആയത്ത്, അതായത് ആയത്തുൽ കുർസിന്റെ തൊട്ട് വരുന്ന ആയത്ത്. പിന്നെ അൽ ഇമ്രാനിൽ 68, ബക്കറയിൽ 107, അങ്ങനെയുള്ള ആയത്ത്. അവിടൊക്കെ അള്ളാഹുവാണ് സത്യവിശ്വാസം. അടുത്ത് അള്ളാഹു സത്യവിശ്വാസികളുടെ വലിയാണ് എന്നവിടെ, അവനല്ലാതെ നിങ്ങൾക്ക് വലിയില്ല എന്നും ഖുർആൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടൊക്കെ അള്ളാഹു മാത്രമാണ് വലിയ, അല്ലാതെ വേറെ വലിയ ഇല്ല എന്ന് പറയുമ്പോൾ അർത്ഥം എല്ലാം നിയന്ത്രിക്കുന്ന കൈകാര്യകർത്താവ്, രക്ഷാകർത്തൃത്വമുള്ളവൻ, പൂർണ്ണാർത്ഥത്തിലുള്ള വലിയ. എന്നാൽ ഇവിടെ പറഞ്ഞത് ആ അർത്ഥമല്ല. ഈ ആയത്തിൽ പറഞ്ഞ വലിയന്റെ അർത്ഥം കൈകാര്യകർത്തൃത്വം അല്ല. ഇവിടെ സഹായവും പിന്നെ മൈത്രിയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആയത്തിനെ വേറെ നിലക്ക് വിശദീകരിച്ചവരെ കുറിച്ച് മുഫസ്സിറുകൾ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അള്ളാഹുവിനെ പ്രത്യേകം ഉദ്ദേശിച്ചിട്ട് പിന്നെ തുടർന്ന് റസൂലിനെയും വിശ്വാസികളെയും വലിയകളാക്കുക, ആ അർത്ഥം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഏകവചനം ഉപയോഗിച്ചതെന്ന് ഇമാം ബൈദാവി പറഞ്ഞത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വിശദീകരണത്തിൽ ഇമാം റാസി ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ള വലിയ എന്നുള്ളത്, അതായത് ഇപ്പം മറ്റവരെ കുറിച്ച് പറഞ്ഞു സത്യവിശ്വാസികൾ പരസ്പരം വലിയകളാണെന്ന് പറഞ്ഞ യഥാർത്ഥത്തിലാണ്, അവർ സഹായികളും മിത്രങ്ങളുമാണ് എന്നുള്ള അർത്ഥത്തിലാണ്. ആ അർത്ഥമാണ് ഈ ആയത്തിൽ മറ്റവരെ കുറിച്ച് അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞപ്പോഴും ഉദ്ദേശിക്കുന്നത്. അവർക്കിടയിൽ അവർ പരസ്പരം ഔലിയാക്കളാണെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അവർ പരസ്പരം മൈത്രിയിലുള്ളവരാണ്, സഹായിക്കുന്നവരാണെന്നാണ്. ആ അർത്ഥം തന്നെയാണ് നിങ്ങളുടെ സഹായികളും മിത്രങ്ങളും അള്ളാഹുവും റസൂലും സത്യവിശ്വാസികളുമാണ് എന്ന അർത്ഥമാണ് ഈ ആയത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ്. കാരണം ഈ രൂപത്തിലുള്ള പ്രയോഗങ്ങൾ ഖുർആനിൽ വേറെയും ധാരാളം സ്ഥലങ്ങളിലുണ്ട്. വേദക്കാരായ യഹൂദികളും ക്രിസ്ത്യാനികളും ഇവിടെ പറഞ്ഞു. അതുപോലെ അവിശ്വാസികൾ, കാഫിറുകൾ അങ്ങനെയാണെന്ന്, മുനാഫിക്കുകൾ അങ്ങനെയാണ് എന്നൊക്കെ വേറെ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മുഹാജിറുകളും അൻസാറുകളും തമ്മിൽ വലിയകളാണെന്ന് സൂറത്ത് അൻഫാലിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ
സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ആണും പെണ്ണും അവർ സഹായികളാണ്, വലിയകളാണെന്ന് തൗബ 71 പറഞ്ഞിട്ടുണ്ട്. അക്രമികൾ പരസ്പരം വലിയകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒക്കെ അർത്ഥം ഈ മൈത്രിയും സ്നേഹവും പുലർത്തുന്നവർ എന്നാണ്. ആ അർത്ഥം തന്നെയാണ് ഈ ആയത്തുകളിലും അതിനുള്ളത്. മറ്റേ അർത്ഥം ഇവിടെ ഇല്ല. അത് നേരത്തെ പറഞ്ഞ അള്ളാഹു മാത്രമാണ് വലിയ, അല്ലെങ്കിൽ അള്ളാഹു അല്ലാതെ വലിയ ഇല്ല എന്ന് പറഞ്ഞ ആയത്തുകളിലാണ് ആ അർത്ഥം ബാധകമാവുകയുള്ളൂ. അള്ളാഹുവും റസൂലും വിശ്വസിച്ചവരും മാത്രമാണ് വലിയുകൾ എന്ന് ഒന്നിച്ച് പറയുമ്പോൾ സ്നേഹത്തിൻ്റെയും സഹായത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള വലിയുകൾ അഥവാ ബന്ധുമിത്രങ്ങൾ എന്ന അർത്ഥത്തിലാണ്. അതാണ് ഇവിടെ നമ്മൾ ചോദ്യമായിട്ട് വരാനും സാധ്യതയുള്ള ഒരു പോയിന്റാണിത്. അത് ഓർത്തു വെക്കുക. അള്ളാഹുവിനെ മാത്രം വലിയ എന്ന് പറയുമ്പോൾ ബന്ധുമിത്രം എന്നുള്ള ഈ അർത്ഥവും വരും. രക്ഷാധികാരി, കൈകാര്യം നടത്തുന്നവെന്നുള്ള സഹായി, എല്ലാ അർത്ഥങ്ങളും അള്ളാഹുവിലേക്ക് ചേരുന്ന നിലക്ക് അതിനെ മനസ്സിലാക്കണം. എന്നാൽ ഇതിലുള്ള ദുർവ്യാഖ്യാനം ആദ്യം തുടങ്ങിയത് ഷിയാക്കളാണ്. ഷിയാക്കൾ അലി റളിയല്ലാഹുവിന് ഖിലാഫത്തിന്റെ അർഹത അലി റളിയല്ലാഹുവിനാണ് സ്ഥാപിക്കാൻ വേണ്ടി ഈ ആയത്തിനെ അവര് ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ടെന്നും അതിന് മുഫസ്സിറുകൾ മറുപടി പറഞ്ഞിട്ടുണ്ടെന്നും ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ, ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ഒക്കെ മഹാന്മാരെ അവർക്ക് ചില കാര്യങ്ങളിലൊക്കെ അതിശയമായ കൈകാര്യം ഉണ്ട് എന്ന് പ്രചരിപ്പിക്കാനും അതുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കാം, അവരോട് അപേക്ഷിക്കാം എന്ന് പറയാനൊക്കെ ഈ ആയത്തിനെ ഉപയോഗിക്കാറുണ്ട്. അവർക്കൊക്കെ ഉള്ള മറുപടിയായിട്ട് ഇമാം റാസിയുടെ ഒരു ഉദ്ധരണി ഇവിടെ കൊടുത്തിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ആശയമാണ്. അതായത് വേദക്കാരെയും അവിശ്വാസികളെയും വലിയകളാക്കരുതെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവരെ സഹായികളാക്കരുത് എന്നാണ്. അതിൽ സംശയമില്ല. അപ്പൊ അതേ അർത്ഥമാണ് ഇന്നമാ വലിയകുമുല്ലാഹു വറസൂലു വല്ലദീന ആമനു എന്ന ഈ ആയത്തിലും അത് തന്നെയാണ് അർത്ഥം എന്നാണ് വിശദീകരിച്ചിട്ടുള്ളത്. അടുത്ത ആയത്ത് യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തത്തഖിദൂ, നിങ്ങൾ സ്വീകരിക്കരുത്. ഇവിടെ ഇല്ലല്ലോ, പറഞ്ഞല്ലോ. ഒരാണ് അള്ളാഹുവിന്റെ കക്ഷി എന്ന് പറഞ്ഞാൽ പറഞ്ഞോളൂ. ക്ലിയർ ആയില്ലേ? അതാണ്. അതായത് ഈ നിലപാട് സ്വീകരിക്കുന്ന ആളുകളെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്. അവരാണ് അള്ളാഹുവിന്റെ കക്ഷി, അവരാണ് വിജയികൾ എന്ന് പറഞ്ഞു. അള്ളാഹുവിനെയും റസൂലിനെയും സത്യവിശ്വാസികളെയും ായി സ്വീകരിക്കുന്ന ആൾക്കാരെ കുറിച്ച്. അടുത്ത ആയത്തില് ഇസ്ലാമിനോടുള്ള മതത്തോടുള്ളവരുടെ പരിഹാസം, അങ്ങനത്തെ നിലപാടുകളെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിനുള്ള പ്രതികരണവും സത്യവിശ്വാസികൾ അവരോട് ആ വിഷയത്തിൽ സ്വീകരിക്കേണ്ട ഒരു സമീപനം എന്താണ് എന്നുള്ളതാണ്. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ലാ തത്തഖിദു, നിങ്ങൾ സ്വീകരിക്കരുത്, അല്ലദീന ഇത്തഖദു ദീനക്കും, നിങ്ങളുടെ ദീനിനെ, ഹുസുവൻ, പരിഹാസമായി സ്വീകരിച്ചവരെ, വലഇബൻ, കളിയായും, മിനല്ലദീന ഊത്തുൽ കിതാബ മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവരിൽ നിന്ന്, വൽ കുഫാറ, അതുപോലെ സത്യനിഷേധികളിൽ നിന്നും ഉള്ള ഇങ്ങനത്തെ ആൾക്കാരെ നിങ്ങൾ ലാ തത്തഖിദു ഔലിയ, ലാ തത്തഖിദു, പിന്നെ അവസാനത്തെ വാക്കാണ് അതിൽക്ക് നേർക്കുന്നതിൽ ചേർന്ന് ഔലിയ, നിങ്ങൾ വലിയകളായി സ്വീകരിക്കരുത്, മിത്രങ്ങളാക്കി വെക്കരുത്. ആരെ? അല്ലദീന ഇത്തഖദു ദീനഹും ഹുസുവൻ വലഇബൻ, നിങ്ങളുടെ ദീനിനെ കളിയും പരിഹാസവുമാക്കി എടുക്കുന്ന ആളുകളെ. അവരാരാണ്? മിനല്ലദീന ഊത്തുൽ കിതാബ മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവരിൽ ഉള്ള, ക്രിസ്ത്യാനികളിലും ജൂതന്മാരിലുള്ള ഇസ്ലാമിനെ കളിയും തമാശയാക്കുന്ന ആളുകളെ നിങ്ങൾ വലിയകളായി, മിത്രങ്ങളായി വെക്കരുത്. വൽ കുഫാറ, അതുപോലെ സത്യനിഷേധികളെയും. അപ്പോ ഈ സ്വഭാവം, അതായത് ദീനിനെ പരിഹസിക്കുക എന്നുള്ള സ്വഭാവം ഇവർക്ക് രണ്ടു കൂട്ടർക്കുണ്ട്. മുശ്രിക്കുകൾക്കും ഉണ്ട്, ഔലിയാ മത്തേക്ക് ചേർന്നതാണ്. ലാ തത്തഖിദൂ ഔലിയാ, ഇവരെ സ്വീകരിക്കരുത് ഔലിയാക്കളായിട്ട്. ആരെന്നാണ് എൻ്റെ ഇടക്ക് പറഞ്ഞത്. അപ്പോ ഈ രണ്ടു കൂട്ടർക്ക് ഈ സ്വഭാവം ഉണ്ട്. പക്ഷെ അത് കുറച്ച് കൂടുതലുള്ളത് വേദക്കാർക്കാണ്. അതുണ്ടാകാൻ പാടില്ലാത്തതും വേദക്കാർക്കാണ്. കാരണം അവർക്ക് വേദപരിചയം ഉണ്ട്, അവർക്ക് കിതാബുകൾ ഇറങ്ങിയിട്ടുണ്ട്, പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, അവർക്ക് കാര്യങ്ങൾ അറിയാം. അപ്പൊ ഇത് പരിഹസിക്കാൻ പറ്റുന്ന സംഗതിയല്ല എന്ന് അറിയുന്നവരും പരിഗണിക്കേണ്ടവരുമാണ് അവർ. എന്നിട്ടും അവരത് ചെയ്യുന്നത് കൊണ്ട് അവരെ പ്രത്യേകം എടുത്ത് പറഞ്ഞു. അതിനുശേഷം കുഫാറുകളെ കുറിച്ചും പറഞ്ഞു. എന്നാൽ ഇവിടെ കുഫാറ എന്നുള്ളതിന് കുഫാരി എന്നും വായന ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ അർത്ഥത്തിൽ ചെറിയൊരു വ്യത്യാസം വരും. അതായത് അപ്പൊ ഇത് രണ്ടു കൂട്ടരും ചെയ്യണവരായി.
നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവരിൽ നിന്നും കുഫാറുകളിൽ നിന്നും ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ നിങ്ങൾ വലിയകളാക്കരുത് എന്നാവുക. മറ്റേതാണെങ്കിൽ ഈ സ്വഭാവം ഇവിടെ വേദക്കാരിലേക്ക് മാത്രം ചേർത്ത് പറയുകയും അതിൻ്റെ പുറമെ കുഫാറുകളും കൂടി എടുത്തു പറയുകയും ചെയ്തു. രണ്ടർത്ഥമാണെങ്കിലും രണ്ടു കൂട്ടർക്ക് സ്വഭാവമുണ്ട്, ഇവർക്കാണ് ഇത് കൂടുതലുള്ളത്. രണ്ട് രീതിയിൽ വായന വന്നാലും മൊത്തത്തിൽ അവർ രണ്ടു കൂട്ടർ ഇതിൽ പെടും. അവരെ നിങ്ങൾ എന്താക്കരുത്, ചിത്രങ്ങളാക്കി വെക്കരുത് എന്നാണ് പറയുന്നത്. വത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ അള്ളാഹു സൂക്ഷിക്കണം. ഈ വിഷയത്തിൽ ഒരു ലാഘവ ബുദ്ധി പാടില്ല. ഞാൻ ദീനിനെ പരിഹസിക്കുന്ന ആളുകളെ നിങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളാക്കി വെക്കരുത് എന്നർത്ഥം. ഇനി എന്തൊക്കെ അവർ ചെയ്തിരുന്നത്, അവർ ഈ ഒരു പരിഹാസം എന്നുള്ള നിലക്ക് ചെയ്തിരുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. വൈദാനാദൈത്തു, നിങ്ങൾ വിളിച്ചാൽ, ഇലസ്വലാത്തി, നമസ്കാരത്തിലേക്ക്, അതായത് നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിച്ചാൽ, ഇത്തഹദൂഹ, അവർ അതിനാക്കി തീർക്കും, സ്വീകരിക്കും, ഹുസുവൻ, ഒരു പരിഹാസമായിട്ട്, വലഇബൻ, ഒരു കളിയായിട്ട്. അപ്പോൾ നമസ്കാരത്തെയും ബാങ്കിനൊക്കെ പരിഹസിക്കുക, അവരുടെ സ്വഭാവമായിരുന്നു. ക്രിസ്ത്യാനികളും ജൂതന്മാരൊക്കെ അന്ന് അങ്ങനെ ചെയ്തിരുന്ന ചില സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇവരുടെ പരിഹാസത്തിൽപ്പെട്ട ഒരു സംഗതി എടുത്തു പറഞ്ഞത് മാത്രം. ദാലിക ബിഅന്നഹും ഖൗമുൻ ലാ യഅഖിലൂൻ, നിശ്ചയമായും അത് അവരങ്ങനെ അപ്രകാരം ചെയ്യുന്നത് അവർ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കാത്ത ഒരു ജനതയായതുകൊണ്ടാകുന്നു. അവർ ബുദ്ധി ഉപയോഗിച്ച് കാര്യം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഈ നിലക്കുള്ള പരിഹാസം അവർ പ്രകടിപ്പിക്കുന്നത് എന്നർത്ഥം. ഖുൽ, പറയുക നബിയെ, ഇവർക്കുള്ള ഒരു മറുപടി പറയണം. എന്താണ്? യാ അഹ്ലൽ കിതാബോ, വേദക്കാരെ, ഹൽ തൻഖിമൂന മിന്ന, നിങ്ങൾ ഞങ്ങളെ അധിക്ഷേപിക്കുന്നുവോ അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നുവോ? ഇല്ല, ഇനി പറയുന്ന കാര്യങ്ങളുടെ പേരിലല്ലാതെ ഒഴികെ. എന്ത്? അൻ ആമന്ന ബില്ല, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചു. വമാ ഉൻസില ഇലൈന, പിന്നെ ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിലും ഈ ഖുർആനിലും ഞങ്ങൾ വിശ്വസിച്ചു. വമാ ഉൻസില മിൻ ഖബുൽ, ഇതിന് മുമ്പ് ഇറക്കപ്പെട്ട വേദങ്ങളിൽ, നിങ്ങളുടെ കയ്യിലുള്ള അള്ളാഹു ഇറക്കിയ ഖുറാത്തുൽ ഇഞ്ചീലിലൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതല്ലാത്ത വല്ല കാരണം ഉണ്ടോ നിങ്ങൾക്ക് ഞങ്ങളെ ആക്ഷേപിക്കാൻ, കുറ്റപ്പെടുത്താൻ? ഇതല്ലാത്ത വല്ല കാര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ അവർക്ക് പരിചയമുള്ളതായതുകൊണ്ട്, വേദത്തെക്കുറിച്ച് അവർക്ക് അറിയുന്നതായതുകൊണ്ട്, ഈ അള്ളാഹുവിൽ ശരിയായ നിലക്ക് വിശ്വസിച്ചു എന്നുള്ളത് ഒരു പരിഹസിക്കപ്പെടാനുള്ള കാരണമില്ല എന്ന് അവർക്കറിയാം. പിന്നെന്താ അവരങ്ങനെ ചെയ്യാൻ കാരണം? വഅന്ന അക്സറക്കും ഫാസിഖൂൻ, നിങ്ങളിൽ അധികം ആളുകളും ഫാസിക്കുകളാണ്, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പരിഹസിക്കുന്നത്. അതല്ലാത്ത മറ്റെന്ത് കാരണമാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾ അധികം ആളുകളും ഫാസിക്കുകൾ അഥവാ തോന്നിവാസികളാണ് എന്നതല്ലാതെ. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട്, ഇതൊക്കെ അറിയുന്ന ആളുകൾ എന്നുള്ള നിലക്ക് ഞങ്ങൾ സ്വീകരിച്ച വിശ്വാസം ആക്ഷേപിക്കപ്പെടേണ്ട ഒന്നല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടായിരിക്കെ പിന്നെ നിങ്ങൾ എന്തിനാണ് പരിഹസിക്കുന്നത്? നിങ്ങൾ ഫാസിക്കുകളായതുകൊണ്ട് മാത്രമാണ്. ഖുൽ, നബിയെ പറയുക, ഹൽ ഉനബ്ബിഉക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, ബിശർരിൻ, മോശമായതിനെ കുറിച്ച്, മിൻ ദാലിക്, ഇതിനേക്കാൾ, മസ്ഊബത്തൻ, പ്രതിഫലം, ഇൻദല്ലാഹി, അല്ലാഹുവിൻ്റെ അടുക്കൽ. ഇപ്പോൾ മുസ്ലിങ്ങളെ സത്യവിശ്വാസികൾ അവർ പരിഹസിക്കണം, എന്നാൽ അതിനേക്കാളും പ്രതിഫലം മോശമായ, അള്ളാഹിൻ്റെ അടുക്കൽ ഇതിനേക്കാളും മോശമായ പ്രതിഫലം കിട്ടുന്ന ആൾക്കാരെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് നബിയെ അവരോട് ചോദിക്കുക. എന്നിട്ട് ആരാണത്? മല്ലഅനഹുല്ലാഹു, അള്ളാഹു ആരെയാണോ ശപിച്ചത്, വഗദിബ അലൈഹി, ആരുടെ മേലാണോ അള്ളാഹു കോപിച്ചത്, വജഅല മിൻഹുമുൽ ഖിറദത വൽ ഖനാസീറ, എന്നിട്ട് അവരിൽ നിന്ന് ചിലരെ അള്ളാഹു എന്താക്കി? കുരങ്ങുകളായും ചിലരെ പന്നികളായും മാറ്റിമറിച്ചു. വഅബദ താഗൂത്ത, അവരാണെങ്കിൽ താഗൂത്തിനെ ആരാധിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള ആളുകൾ അവരാണ് ഉലൈക ശർറുൻ മകാന, അവരാണ് സ്ഥാനം കൂടുതൽ മോശമായ ആൾക്കാർ. വഅദല്ലു, കൂടുതൽ വഴിപഴച്ചവരും, അൻ സവാഇ സബീൽ, സത്യത്തിൻ്റെ ശരിയായ മാർഗത്തിൽ നിന്ന് കൂടുതൽ ഏറ്റവും അധികം വഴിപഴച്ചു പോയവരവരാണ്. സ്ഥാനം ഏറ്റവും മോശമായവർ അവരാണ്. ഇതാരാണ്? ഇവരെന്നെ ഈ കുറ്റപ്പെടുത്തുന്ന ജൂതന്മാരെ കുറിച്ച് തന്നെയാണ് ഈ പറഞ്ഞത്. കാരണം ഇതൊക്കെ അവർ മുമ്പ് നേരിട്ടിട്ടുള്ള സംഗതികളാണ്. അള്ളാഹുവിൻ്റെ ശാപവും അള്ളാഹുവിൻ്റെ കോപവും അവർക്കുണ്ടായ ധാരാളം സംഭവങ്ങൾ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർ പല നിലയ്ക്ക് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതിനൊക്കെ അവരുടെ അക്രമധികാരം തന്നെയാണ് കാരണമായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് ആ അള്ളാഹുവിന് അവരോടുള്ള ശാപകോപങ്ങളുടെ കാഠിന്യം എത്ര മാത്രമാണ് എന്നത് സൂചിപ്പിക്കാനാണ് അവരിൽ നിന്ന് ചിലരെ
കുരങ്ങുകളായും ചിലരെ പന്നികളായും മാറ്റിയിരിക്കുന്നു. പിന്നെ അവർ ചെയ്ത ഏറ്റവും മോശം ഒരു പണിയാണ് താകൂത്തിനെ ആരാധിച്ചു. അള്ളാഹുവാണ് ആരാധിക്കപ്പെടാൻ അവർക്കാണത്, അവരെ പഠിപ്പിക്കാനാണ് നബിമാര് വന്നത്. പക്ഷെ അവര് താകൂത്തിനെ ആരാധിച്ചു. താകൂത്ത് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന എല്ലാം അതിൽ പെടും. അതുപോലെ തന്നെ അത് സ്വയം സമ്മതത്തോട് കൂടിയിട്ട് ഈസാ നബിനെ ആരാധിക്കുന്നുണ്ട്. ഈസാ നബി താകൂത്തല്ല. കാരണം എന്താ? ഈസാ നബി ആരാധിക്കപ്പെടുന്നത് ഈസാ നബി അംഗീകരിച്ചിട്ടില്ല. എന്നാൽ സ്വയം ഇപ്പൊ ഫിറഔൻ താകൂത്താണ്. കാരണം ഫിറഔൻ പറഞ്ഞിരുന്നു അയാൾ ആരാധിക്കാൻ ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ആരാധിക്കപ്പെടുന്നവര്, പിന്നെ പിശാജ്, പിന്നെ പിശാജിന്റെ ദുഷ്പ്രേരണകൾക്ക് വഴങ്ങി മതത്തിൽ മാറ്റം വരുത്തുന്ന സ്വഭാവം. അതനുസരിച്ചാണ് ഇപ്പോൾ പിന്നെ ക്രിസ്ത്യാനികളെ കുറിച്ച് നിങ്ങളെ പുരോഹിതന്മാരെ റബ്ബുകളാക്കി എന്ന് പറഞ്ഞത്. അവർ ദീനിലൊരു കാര്യം പറഞ്ഞ് അത് ദീനായിട്ട് അംഗീകരിക്കുന്ന അള്ളാഹുവിനുള്ള ദീനിലെ നിയമനിർമ്മാണ അധികാരം അവർക്ക് വകവെച്ചു കൊടുത്തിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതാണ് അവിടുത്തെ താവൂത്ത്. ഇപ്പം ഇതൊക്കെ ചെയ്ത ആൾക്കാരാണ് ഇവരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ മോശം പ്രതിഫലം കിട്ടുന്ന ആൾക്കാർ, സ്ഥാനം മോശമായ ആൾക്കാർ, ഏറ്റവും അധികം വഴി പിഴച്ചു പോയ ആളുകൾ എന്ന് അവരെ ഓർമ്മപ്പെടുത്തുക. അപ്പം ഇതിൽ ഈ ശാപകോപങ്ങൾ, ശിക്ഷകളെ കുറിച്ചൊക്കെ നമുക്കറിയാം. ആകാശത്ത് നിന്ന് പിന്നെ തവളകളെ മഴയായിട്ട് സംഗതികൾ ഹദീസുകളിലൊക്കെ വന്നിട്ട്, അതുപോലെ തന്നെ പല ശിക്ഷകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്ന് നമുക്കറിയാം, അവരെ സബ്ബത്തിന്റെ സംഭവം, മീൻ പിടിക്കാൻ പാടില്ലാണ്ട് അതിൽ കുതന്ത്രം കാണിച്ചിട്ട് അവരെ കുരങ്ങുകളാക്കി മാറ്റിയ സംഭവം പറയുന്നുണ്ട്. പക്ഷെ പന്നികളാക്കി മാറ്റിയ ഒരു സംഭവം ഖുർആനിൽ നേർക്ക് നേരെ പറഞ്ഞിട്ടില്ല, ഹദീസിലും വന്നിട്ടില്ല. പക്ഷെ അങ്ങനെ സംഭവം ഉണ്ടോ? സംഭവം ഉണ്ട്. അപ്പൊ ഏതാ സംഭവം എന്നുള്ളതിൽ ഒന്നുകിൽ സബത്തിന്റെ തന്നെ കുറെ ആൾക്കാർ അങ്ങനെ മാറ്റിയതാണെന്നൊരു അഭിപ്രായം, അല്ല വേറെ സംഭവമായിരിക്കാം എന്നൊരു അഭിപ്രായം. അത് ഏതാന്നുള്ളതിന് പറയാൻ തെളിവുകളൊന്നുമില്ല. പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിന് ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇവർ ചോദിക്കുകയാണ്, സ്വഹാബത്ത് ചോദിക്കുകയാണ്, മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്വഹാബത്ത് കോലം മറിക്കപ്പെട്ടവരുടെ സന്തതികളാണോ കുരങ്ങുകളും പന്നികളും ഒക്കെയാണ്? അവരെ കുറച്ച് ആൾക്കാർ കുരങ്ങാക്കി, അപ്പൊ ഈ കാണുന്ന കുരങ്ങന്മാർ അവരെ മക്കളാണോ എന്ന് സ്വഹാബത്ത് നബിയോട് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ കോലം മറിക്കപ്പെട്ട ആൾക്കാർക്ക് പിന്നെ പിന്തുടർച്ച ഉണ്ടായിട്ടില്ല, അവർക്ക് മക്കളും ഉണ്ടായിട്ടില്ല, കുരങ്ങും പന്നിയൊക്കെ കൂടെ അതിന്റെ മുമ്പ് തന്നെ ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മറുപടി കൊടുത്തു. അപ്പൊ അതിനെന്ത് മനസ്സിലാക്കുക? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് ആ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. പിന്നെ ഇതന്നെ അബൂദാവൂദും അതുപോലെ ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന റിവായത്തിൽ പിന്നെ ഇതുവരെ യഹൂദികളുടെ മക്കളാണോ എന്ന് തന്നെ ചോദിക്കുന്നു. മറ്റത് കോലം മറിക്കപ്പെട്ടവരെന്നാണ് ചോദിച്ചത്. വേറെ റിവായത്തിൽ യഹൂദികളുടെ മക്കളാണോ കുരങ്ങന്മാരും പന്നികളും എന്ന് ചോദിച്ചതായിട്ടും ഉണ്ട്. അപ്പോൾ ഈ മറുപടി തന്നെയാണ് വിശദാംശം പറഞ്ഞത്. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കുന്നത് അവരുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞു പോയിട്ടുണ്ട്, കുറച്ച് ആൾക്കാരെ അള്ളാഹു ആ നിലക്ക് ശിക്ഷിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം.